ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 50 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു. എറൗണ്ട് നമ്മൾ എന്താ കവർ ചെയ്തത്? അതിൻ്റെ അകത്ത് കൂടുതലും വേവ് മോഷനും പിന്നെ സ്പീഡും എനർജി ആംപ്ലിറ്റ്യൂഡും അതൊക്കെ എന്ത് ചെയ്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 50 ക്വസ്റ്റ്യൻസിനോട് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 എന്തോ പറയുന്നത്? ദ സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലാസ്റ്റിക് മോഡുലസ് ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. കറക്റ്റ് ആണോ? അതായത് ഒരു സൗണ്ട് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഇലാസ്റ്റിക് മോഡുലസിനെയും ഡെൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആണോടാ? കറക്റ്റ് ആണ്. കാരണം എന്താ? നമുക്കറിയാം എന്താണ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സ്പീഡ് ഓഫ് സൗണ്ട് വി ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് ബി ഡിവൈഡഡ് ബൈ റോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ട്. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് മോഡുലസ്, ഇലാസ്റ്റിക് മോഡുലസ് ആണ്. റോ എന്താണ്? ഡെൻസിറ്റി ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല. നമ്മൾ വേറെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? വി ഈക്വൽ ടു എന്താ പഠിച്ചത്? ഗാമ ആർ ടി ബൈ എം എന്ന് പഠിച്ചതെന്നല്ലേ? അവിടുന്ന് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് എന്തെന്ന് പറയാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് പറയാം. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് പറയാം. അപ്പം ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇത് ഇൻഡിപെൻഡന്റ് അല്ല, എന്ത് വരും? ഡിപ്പെൻഡന്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ 4 is the right answer. Statement 1 is correct and statement 2 is incorrect. Okay അല്ലേ? Next question. Question number 2. A sound wave is passed through a chamber if the RMS speed of molecules in a gas is V1 and the speed of sound is V2 in the gas, then അതായത് ഒരു സൗണ്ട് വേവ് എന്ത് ചെയ്യും? ചാമ്പറിൽ കൂടെ പാസ് ചെയ്യാണ്. അപ്പൊ RMS സ്പീഡാണ് V1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ V RMS ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? V1 എന്ന് കൊടുക്കാം. ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ എന്തുവാ? RMS സ്പീഡിന്റെ റൂട്ട് ഓഫ് 3p ബൈ റോ. 3p ബൈ റോ. ഇനി അടുത്ത എന്തുവാണ്? ഇഫ് ദി RMS സ്പീഡ് ഈസ് V1 ആൻഡ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് V2. സ്പീഡ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ സ്പീഡ് അതെന്താണ്? V2 ആണ്. അതിന്റെ ഇക്വേഷൻ എന്താ? V2 ഈക്വൽ ടു നമ്മൾ പഠിച്ച എന്താ? ഗാമ പി ബൈ റോ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം ഇനി V1ഉം V2ലും ആരാ വലുതെന്ന് നോക്കിയാൽ അതല്ലേ റിലേഷനാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം 3 ഉണ്ട്, ഇവിടെ ഗാമയുണ്ട്. ഗാമ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ 3യേക്കാളും കുറവായിരിക്കും. അതറിയാലോ, ഗാമ എന്തായാലും 3യേക്കാളും കുറവായിരിക്കും. അപ്പൊ റൂട്ട് 3p ബൈ റോ ആണോ റൂട്ട് ഗാമ പി ബൈ റോ ആണോ കൂടുതൽ? റൂട്ട് ഓഫ് 3p ബൈ റോ ആയിരിക്കും കൂടുതൽ. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 എന്ന് പറയാം. V1 ഈസ് ഗ്രേറ്റർ ദാൻ V2 അല്ലെങ്കിൽ U1 ഈസ് ഗ്രേറ്റർ ദാൻ U2 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ 2 is the right answer. Next question. Question number 3. If the absolute temperature increases by 1%, the frequency of an organ pipe will. അതായത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തു 1%. എങ്കിൽ ഫ്രീക്വൻസി ഓർഗൻ പൈപ്പിന്റെ ഫ്രീക്വൻസി എത്ര പെർസെൻറ്റേജ് കൂടും അല്ലെങ്കിൽ കുറയോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യൂടാ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യും? പറഞ്ഞേ, വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യും? വെലോസിറ്റി ഓഫ് സൗണ്ട് ചേഞ്ച് ചെയ്യും. അതറിഞ്ഞിരിക്കണം കേട്ടോ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇനി അത് എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് അറിയാവോ? V ഈക്വൽ ടു ഗാമ ആർ ടി ബൈ എം ആണ്. V ഈക്വൽ ടു ഗാമ ആർ ടി ബൈ എം ആണ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് പറയാം ഇതെന്താണ്? ഈ V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് സൗണ്ട് ചേഞ്ച് ചെയ്യും ടെമ്പറേച്ചർ കൂടുമ്പോൾ. വെലോസിറ്റിക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാ? ന്യൂ ലാംഡ. ന്യൂ ലാംഡ ഈക്വൽ ടു എന്ത് എഴുതാം? എനിക്ക് ഗാമ ആർ ടി ബൈ എം എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. എൻ്റെ അടുത്ത് ന്യൂലെ റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ന്യൂ ഈക്വൽ ടു എനിക്ക് എന്താ പറയാം? 1 ബൈ ലാംഡ ഇൻറ്റു ഗാമ ആർ ടി ബൈ എം എന്ന് എഴുതാം. ഇവിടെ നിന്ന് ആറും എമ്മും ഗാമ ലാംഡയൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് എന്താ പറയാം? ന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് പറയാം. ന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. നമ്മൾ വിയിൽ നിന്ന് ന്യൂയിലോട്ടുള്ള റിലേഷൻ കൊണ്ടുവന്നു. ന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അപ്പൊ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ന്യൂ എന്ത് ചെയ്താണ്? കൂടിക്കാണ്. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ന്യൂ ആണ് കണ്ടത്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് ഫ്രീക്വൻസി ആണ് കണ്ടത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഇൻറ്റു 100 ഈക്വൽ ടു പറഞ്ഞുതരാം ഹാഫ് ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഹാഫ് ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 തന്നിട്ടുണ്ട്. എത്ര? 1% അപ്പൊ ഹാഫ് ഇൻറ്റു 1 വരും. ഈക്വൽ ടു എത്ര വരും ഇവിടെ? 0.5% എന്ന് വരും. 0.5%. അപ്പൊ ഇത് എന്താണ്? ഇൻക്രീസ് അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിയാൽ ന്യൂ എന്ത് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ എന്തൊരു ആൻസർ? ഇൻക്രീസസ് ബൈ 0.5%. അപ്പൊ ആൻസർ ചെയ്ത് വരും. Option 3 is the right answer. Next question. Question number 4. A bat emits an ultrasonic sound of frequency 1000 kHz in the air. If the sound meets a water surface, what is the wavelength of the reflected sound?
അതായത് ബാറ്റ് എന്ത് ചെയ്യുന്നു, ഒരു അൾട്രാസോണിക് സൗണ്ട് എമിറ്റ് ചെയ്യുന്നു അല്ലെ. ആ സൗണ്ടിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്, 1000 kHz ആണ് എയറിൽ. ഇനി ഈ സൗണ്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ സർഫസിൽ വന്ന് മീറ്റ് ചെയ്യുന്നു എങ്കിൽ റിഫ്ലക്ട് ചെയ്ത സൗണ്ടിന്റെ വേവ് ലെങ്ത് എത്ര എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പറഞ്ഞുതരാം, ഈ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്, അതായത് വാട്ടറിലായിക്കോട്ടെ മീഡിയ ഏതായിക്കോട്ടെ എയറിലായിക്കോട്ടെ, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ അല്ല, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ അല്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പറയാം, ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്താണ്, does not depend on the medium. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ത് ചെയ്യില്ല, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മീഡിയം. അത് ഓക്കെ അല്ലേ? ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഈ പോയിന്റ് അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയുക, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എയറിലായിരിക്കട്ടെ വാട്ടറിലായിരിക്കട്ടെ, രണ്ടിലും എയറിലായാലും വാട്ടറിലായാലും ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കാം, വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ എയർ ഈസ് ഈക്വൽ ടു, എനിക്കപ്പോൾ എങ്ങനെ അറിയാം, വെലോസിറ്റി ഓഫ് എയർ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൂടെ പറയാം. അപ്പൊ ഇനി പറ, വെലോസിറ്റി ഓഫ് എയർ എത്രയാ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എത്രയാ, 340. അപ്പൊ 340 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാന്ന് പറഞ്ഞിട്ടുള്ള 1000 kHz. അപ്പൊ 1000 × 10⁻3. അപ്പൊ ഇനി എങ്ങനെ എഴുതാടാ, ഇവിടുന്ന് ഒരു സീറോയും പോയാ 34 × 10⁻⁻, എത്രയെന്ന് കിട്ടും, 5 എന്ന് കിട്ടും. 34 × 10⁻⁻5. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 3.4 × 10⁻⁻4 മീറ്റർ എന്ന് കിട്ടും. 3.4 × 10⁻⁻4 മീറ്റർ. അപ്പൊ ആൻസർ ചെയ്ത് വരും, ഓപ്ഷൻ 1 is the right answer. ഓപ്ഷൻ 1 ആയിരിക്കും എന്താ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. എന്തോ ക്വസ്റ്റ്യൻ, ഇത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ്, അതായത് സൗണ്ട് ഇൻ എയറിൽ ഉള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ ആയിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? പറഞ്ഞ എങ്ങനെ ആയിരിക്കും, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എങ്ങനെയായിരിക്കും, അത് ഫാസ്റ്റസ്റ്റ് ഇൻ ഡ്രൈ എയർ ദാൻ ഇൻ മോയിസ്റ്റ് എയർ ആണോ, അതോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണോ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രഷർ ഓഫ് ദി എയർ ആണോ, ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞിടാം, ഇതിൻ്റെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി പ്രഷർ ഓഫ് എയർ. എയറിന്റെ പ്രഷറിന് അത് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ വരാം. കാരണം എന്താ പറഞ്ഞേ, കാരണം എന്തായിരിക്കും. ഇനി നമുക്ക് ഓരോ നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ, v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് ഗാമ p/ρ അല്ലേ, ഗാമ p/ρ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, b/ρ b² ഗാമ p. അപ്പൊ ഗാമ p/ρ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടാണ്. ഇവിടെ പ്രഷർ ആൻഡ് ഡെൻസിറ്റി, ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പ്രഷറാണ്. അപ്പൊ ഡെൻസിറ്റി കൂടി എന്ത് ചെയ്യും, പ്രഷർ കൂടും. അങ്ങനെ ഇത് രണ്ടും ഒരുപോലെ കൂടിക്കൊണ്ടിരുന്നത് ഇതിന് എന്തുണ്ടാകത്തില്ല, ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. വെലോസിറ്റി സൗണ്ട് ഇപ്പൊ പ്രഷർ മാറിയെന്നും പറഞ്ഞ് എന്തുണ്ടാകത്തില്ല, ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. പ്രഷർ കൂടുമ്പോൾ ഡെൻസിറ്റിയും കൂടെ അപ്പൊ എന്തില്ല, ഒരു എഫക്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷനിൽ പി ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പ്രഷർ ഓഫ് എയർ. പ്രഷർ കൂട്ടിയെന്ന് പറഞ്ഞ് വെലോസിറ്റിക്ക് എന്ത് വരത്തില്ല, ചേഞ്ച് വരത്തില്ല. കാരണം ഡെൻസിറ്റി കൂടിയ എന്ത് കൂടും, പ്രഷർ കൂടും. അതിന് എന്തുണ്ടാവും, ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് വന്നത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, എയറിന്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത് റൈറ്റ് ആൻസർ ആയത്. ഇനി ബാക്കിയുള്ള എന്തുവാ, v ഈസ് ഈക്വൽ ടു, ബാക്കിയുള്ള ഇക്വേഷൻ എന്തുവാ, ഗാമ RT/m എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിയ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, റൂട്ട് t ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ആണ് അല്ലെ. ടെമ്പറേച്ചറിനല്ല, ടെമ്പറേച്ചറിന്റെ റൂട്ടിനാണ് എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് m എന്നും പറയാം. ഇതൊക്കെ എന്താണ്, കറക്റ്റ് ആണ്. ഇതൊക്കെ എന്താ മക്കളെ, കറക്റ്റ് ആണ്. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പ്രഷർ എന്ന് പറയുന്നത് തെറ്റാ, ഇതും തെറ്റാ. ഇനി ഫാസ്റ്റസ്റ്റ് ഇൻ ഡ്രൈ എയർ ദാൻ ഇൻ മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ തെറ്റ്, വെലോസിറ്റീസ് നമുക്കിപ്പോൾ മനസ്സിലായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു m എന്ന് കിട്ടിയല്ലേ. മോയിസ്റ്റ് എയറിന്റെ ആണോ അതോ ഡ്രൈ എയറിന്റെ ആയിരിക്കും വെയിറ്റ് കൂടുതൽ, മോയിസ്റ്റ് എയറിനായിരിക്കും ഹ്യൂമിഡിറ്റി കൂടുതൽ. അപ്പൊ മോയിസ്റ്റ് എയറിനായിരിക്കും എന്താ, മാസ് കൂടുതൽ. അപ്പൊ മാസ് കൂടുതലുള്ളതിൽ അത് എന്തായിരിക്കും എടാ, പറഞ്ഞേ, മാസ് കൂടുതലായിട്ടുള്ള, അതായത് മോയിസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, മോയിസ്റ്റ് എയറിൽ മാസ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ വെലോസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. വെലോസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് പറയാം വെലോസിറ്റി ഓഫ് സൗണ്ട് എന്തായിരിക്കും, ഡ്രൈ എയറിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. മോയിസ്റ്റ് എയറിൽ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. വെലോസിറ്റി ഡ്രൈ എയറിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ്, അതായത് എന്താണ്, എയറിലുണ്ടാകുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 എന്തോ പറയുന്നത്, ഫാസ്റ്റസ്റ്റ് ഇൻ ഡ്രൈ എയർ ദാൻ ഇൻ മോയിസ്റ്റ്. ഡ്രൈ എയറിൽ ഫാസ്റ്റസ്റ്റ് ആയിരിക്കും മോയിസ്റ്റ് എയറിനേക്കാളും.
ഓപ്ഷൻ 2 എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. 3 എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്ന്. 4th എന്താ പറയുന്നത്? ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ഓഫ് എയർ. എയറിന്റെ അതായത് പ്രഷറിന് എന്താണ് ഇൻഡിപെൻഡന്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞുതരാം. ഈ സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് അതായത് നമ്മുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഏത് മീഡിയത്തിലാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്? അതായത് ലെസ്സർ ഡെൻസർ ഉള്ളിടത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഡെൻസിറ്റി കുറവുള്ളിടത്ത് വെലോസിറ്റി സൗണ്ടിന്റെ സ്പീഡ് സൗണ്ട് എന്തായിരിക്കും? സ്പീഡിൽ ഫാസ്റ്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. എവിടെയാണ്? ഡെൻസിറ്റി കുറവുള്ളിടത്ത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റി വെച്ച് പറയാം. എയറിലെയും ഡ്രൈ എയറിലെയും പറയാം, മോയിസ്റ്റ് എയറിലെയും പറയാം. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോടാ? ഡിക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഓഫ് എയർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡെൻസിറ്റി ഓഫ് എയർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എയർ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതൽ മോയിസ്റ്റ് എയറിനാണോ ഡ്രൈ എയറിനാണോ ഹ്യൂമിഡിറ്റി കൂടുതൽ? മോയിസ്റ്റ് എയറിനാണ്. അപ്പോൾ മോയിസ്റ്റ് എയറിന് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് എയർ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഡെൻസിറ്റി കുറവല്ലേ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് എയർ ഇസ് ലെസ് ദാൻ എന്ന് പറയാം ഡെൻസിറ്റി ഓഫ് ഡ്രൈ എയർ എന്ന് പറയാം. പറഞ്ഞുകൂടെ? പറയാം. ഇനി ഡെൻസിറ്റി കുറവാണെങ്കിൽ സൗണ്ട് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ വെലോസിറ്റി സൗണ്ട് ഇൻ മോയിസ്റ്റ് എയർ ഈസ് ഗ്രേറ്റർ ദാൻ എന്തെന്ന് പറയാം? ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ഡ്രൈ എയർ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞ് മോയിസ്റ്റ് എയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫാസ്റ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി ബി നോക്കി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ആണോ? അല്ല. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. നമ്മൾ ആലോചിക്കും V = റൂട്ട് ഓഫ് ഗാമ പി ബൈ റോയിൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ എന്താണ്? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി. അതായത് പ്രഷറും ഡെൻസിറ്റി എന്ത് ചെയ്യും? ഈക്വലും അതുപോലെ ഓപ്പോസിറ്റ് എഫക്റ്റും ആണ് സൗണ്ടിലുള്ളത് കേട്ടോ. സൗണ്ടിന്റെ സ്പീഡിൽ ഇവർ രണ്ടുപേർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യത്തില്ല? പ്രഷർ കൂട്ടിയെന്നും പറഞ്ഞ് അത് എന്ത് ചെയ്യില്ല? സൗണ്ടിന്റെ സ്പീഡിന് മാറ്റമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ 2 എന്താ? 2 റോങ് ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വെലോസിറ്റി ഓഫ് സൗണ്ട് ടെമ്പറേച്ചർ ആയിട്ടുള്ള റിലേഷൻ എന്താ? റൂട്ട് ഓഫ് ഗാമ RT ബൈ M. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ? വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T എന്ന്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചറിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ആണ് അല്ലേ? അതെ. അപ്പൊ ഇത് എന്താണ്? തെറ്റാണ്. ഇനി ഇൻഡിപെൻഡന്റ് ഓഫ് ദി പ്രഷർ ഓഫ് എയർ. അതെന്താണ്? കറക്റ്റ് ആണ്. പ്രഷറിന് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ആൻസർ ഇവിടെ ഏത് വരും? പറഞ്ഞ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. അത് എന്താ? എയറിൽ പ്രഷറിന് എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. When height increases, the velocity of sound decreases. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൗണ്ടിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിന്റെ കാരണം എന്താണ് ക്വസ്റ്റ്യൻ. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? When height increases, when height increases നമുക്ക് എന്ത് പറയാം? അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. There is decrease in temperature. ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസ് ചെയ്യും. There is decrease in temperature. നമുക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഗാമ RT ബൈ M ആണ്. ഇവിടുന്ന് വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? റൂട്ട് T എന്ന് പറയാം. അപ്പൊ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് കോഴ്സ് എന്ത് ചെയ്യൂടാ? ഡിക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ എന്ത് വരും? ഡ്യൂ ടു എന്താണ്? ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റിയും ഡിക്രീസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. Question number 7. The speed of sound in nitrogen gas compared to that of helium gas at 300 Kelvin is. അതേ സ്പീഡ് ഓഫ് സൗണ്ടിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ആരെയൊക്കെ? നൈട്രജനെ ഹീലിയം ഗ്യാസിനെ വെച്ചിട്ടുള്ളത്. അപ്പൊ സ്പീഡ് ഓഫ് സൗണ്ടിന്റെ മീഡിയം അതിന്റെ ഇക്വേഷൻ ആദ്യം ചെയ്താൽ സ്പീഡ് ഓഫ് സൗണ്ടിന്റെ മീഡിയം ഈസിക്കൽട്ട് എന്താ? ഒരു മീഡിയത്തിലെ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് ഗാമ RT ബൈ M. ഇതല്ലേ ഇക്വേഷൻ? റൂട്ട് ഓഫ് ഗാമ RT ബൈ M. നൈട്രജൻ ആകുമ്പോഴോ? ഫോർ നൈട്രജൻ അതെന്താണ്? ഡയറ്റോമിക് ആണല്ലേ? അപ്പൊ ഗാമ നൈട്രജൻ എത്ര വരോടാ? ഗാമ നൈട്രജൻ 7/5 എന്ന് വരും. ഇനി ഹീലിയം ആകുമ്പോഴോ? ഫോർ ഹീലിയം നമ്മൾ കൈൻഡ് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? മോണോ അറ്റോമിക് ആണ്. അപ്പൊ ഗാമ ഹീലിയം എത്ര വരും? 5/3 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്പീഡ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഹീലിയം ഈസ് ഈക്വൽ ടു ഇവിടെ എന്തൊരു? റൂട്ട് ഓഫ് ഗാമ എത്രയാ? 7/5. അപ്പൊ 7/5 RT ബൈ M ഇത് ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും?
ഗാമ 5/3. അപ്പൊ 5/3 RT/m. ഓക്കെ അല്ലേ? ഇവിടെ RT രണ്ട് സെയിം ആയിരിക്കും. ഇവിടെ മാസ് മാറല്ലേ, ഇത് മാസ് ഓഫ് നൈട്രജൻ, ഇത് മാസ് ഓഫ് ഹീലിയം എഴുതാം. ഈസിക്കൽ ടു എനിക്ക് എഴുതാം എങ്ങനെയാ, √7RT/5 ഇൻറ്റു നൈട്രജന്റെ മോളാർ മാസ് എത്ര, 28 ഡിവൈഡഡ് ബൈ √5RT/3 ഇൻറ്റു മോളാർ മാസ് ഓഫ് ഹീലിയം എത്രയാ, 4. അപ്പോൾ 3 ഇൻറ്റു 4 ഈസിക്കൽ ടു √RT വെട്ടിപ്പോയി, ഇവിടെ എന്ത് വരും, ഇവിടെ √7/5 ഇൻറ്റു 28 ഇൻറ്റു √3 ഇൻറ്റു 4/5 എന്ന് എഴുതാം. ഓക്കെ, റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നിനക്ക് ഇത് എങ്ങനെ എഴുതാം, √7 ഡിവൈഡഡ് ബൈ ഇതിനെ എങ്ങനെ എഴുതാം, √5 ഇൻറ്റു √28 എന്ന് എഴുതല്ലേ, √28 √4 ഇൻറ്റു 7 എന്ന് എഴുതാം. 4 പുറത്ത് വരുമ്പോൾ എന്ത് എഴുതാം, 2√7 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇൻറ്റു ഇവിടെ എന്ത് വരും, √3 ഇൻറ്റു √4 2 ഡിവൈഡഡ് ബൈ √5. ഇവിടെ നിന്ന് √7 വെട്ടിപ്പോവും, ബാക്കി എന്തുണ്ട്, 2ഉം 2ഉം വെട്ടിപ്പോവും. √3 ഡിവൈഡഡ് ബൈ √5 ഇൻറ്റു √5 എന്ന് വരും, അത് എത്ര കിട്ടും, 5. അപ്പൊ ആൻസർ എത്ര വരും പറഞ്ഞേ, √3/5 അല്ലെങ്കിൽ √3/5 എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ ഏതാ, ഓപ്ഷൻ 3 is the right answer. Let's do question number 8. A point source emits sound equally in all directions in a non-absorbing medium. 2 points P and Q are at distance of 2 meter and 3 meter respectively from the source. The ratio of the intensities of the waves at P and Q is. അപ്പം ഒരു പോയിന്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ സൗണ്ടിന്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഇതൊരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇത് എമിറ്റ് ചെയ്യുന്ന എങ്ങനത്തെ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും, പോയിന്റ് സോഴ്സിൽ നിന്നുള്ളത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും, ഇങ്ങനെ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 2 പോയിന്റ് തന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. പി ഡിസ്റ്റൻസ് എത്രയാണ്, 2 മീറ്ററിലാണ്. ക്യൂ ഡിസ്റ്റൻസ് എത്രയാണ്, 3 മീറ്ററിലാണ്. അപ്പൊ ഇത് പി, ഇത് ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ആണ്. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിനു നമുക്ക് പറയാം, ഇന്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. എന്തിനാണ്, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇവിടെ നിന്ന് IP ഡിവൈഡ് ബൈ IQ ഈസിക്കൽ ടു എനിക്ക് എന്ത് കിട്ടാം, RQ ഡിവൈഡഡ് ബൈ RP ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. ഇനി RQ എത്രയാണ്, ക്യൂയിലോട്ടുള്ളത് 3 ആണ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര, 2 ദ ആൾ സ്ക്വയർ ഈസിക്കൽ ടു എത്ര കിട്ടും, 9:4 എന്ന് കിട്ടും. അപ്പൊ ഇന്റൻസിറ്റികളുടെ റേഷ്യോ എത്ര കിട്ടും, ഇവിടെ 9:4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ 3, 9:4 is the right answer. Question number 9. The rate of energy transfer in a wave depends upon. Rate of energy transfer equation അറിയാവോ, rate of energy transfer എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എനർജി ട്രാൻസ്ഫറിന്റെ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A² ω² എന്ന് പറയാം. അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനും ആംഗുലർ ഫ്രീക്വൻസിയുടെ സ്ക്വയറിനും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്, റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഉണ്ടോ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. ഡയറക്ട്ലി ഓൺ ദ സ്ക്വയർ ഓഫ് ദി വേവ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്ക്വയർ ഓഫ് ദി വേവ് ഫ്രീക്വൻസി. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്, ആംഗുലർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ 1 is the right answer. ഓക്കെ അല്ലേ? ഇവിടെ സ്ക്വയർ ഓഫ് ദി വേവ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് സ്ക്വയർ റൂട്ട് എന്ന് തന്നിട്ടുണ്ട്, അതെന്താ, തെറ്റാണ്. ഇവിടെ വേവ് ഫ്രീക്വൻസി ഡയറക്ട്ലി എന്നതിന്റെ സ്ക്വയർ ഉണ്ടെന്ന് അല്ല, അപ്പൊ ഇത് എന്താണ്, തെറ്റാണ്. ഇവിടെ വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പറഞ്ഞില്ല, അപ്പൊ ഇത് എന്താ, തെറ്റാണ്. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ 1, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി വേവ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്ക്വയർ ഓഫ് ദി വേവ് ഫ്രീക്വൻസി. അതായിരിക്കും എന്ത്, റൈറ്റ് ആൻസർ. Question number 10. 2 waves represented by the following equations are traveling in the same medium. Y1 is equal to in the equation 5 sin 2 pi into 75t minus 0.25x. Y2 is equal to 10 sin 2 pi into 150t minus 0.5x. ഇന്റൻസിറ്റി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, I1/I2. അപ്പൊ നമുക്കറിയാം ഇന്റൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, A² ആണ്. ഇന്റൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A² ആണ്. അപ്പൊ I1/I2 ഈസിക്കൽ ടു എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്, ഈസിക്കൽ ടു A1/A2 എന്ത് വരും, ദ ഹോൾ സ്ക്വയർ എന്ന് വരും. A1 എത്രയാണ്, 5 ആണ്. അപ്പൊ 5/10 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈസിക്കൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ വരും. 1:4 എന്ന് വരും. I1/I2 ഈസിക്കൽ ടു എത്ര കിട്ടുവാണ്, 1:4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2 is the right answer. Question number 11. The equation of a stationary wave is given as y is equal to എന്ത് തന്നിട്ടുള്ളത്, y is equal to a sin 0.5 pi t into cos 0.2 pi x. ഇതാണ് ഇക്വേഷൻ, സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ അത് തന്നിട്ടുള്ളത്.
നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ടി സെക്കൻഡിലാണ്, എക്സ് സെന്റിമീറ്ററിലാണ് കണ്ടുപിടിക്കും. എങ്കിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം, ഒരു സ്റ്റേഷനറി വേവിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണെന്ന് അറിയാവോ? y = a sin ഒമേഗ ടി കോസ് ടി എക്സ്. ഇതാണ് എന്ത്? ഒരു സ്റ്റേഷനറി വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയും. ഇവിടെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എ എന്താണ്? എക്ക് എ തന്നെ ഉള്ളത്. ഒമേഗ ടി, ഇവിടെ ഒമേഗ വരെ എന്തോ ഉള്ളത്? 0.5. അപ്പോൾ ഒമേഗ = രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും ഒമേഗ = 0.5 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഒമേഗ എന്താണ്? 2πf ആണ്. അപ്പോൾ 2πf = 0.5. പൈയും പൈയും വെട്ടിപ്പോയാൽ എഫ് എത്ര കിട്ടൂടാ? 0.5/2 = 0.25 എന്ന് കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി എത്ര കിട്ടി? 0.25 ഹെർട്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്ക്, നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ നോക്കുവാണെങ്കിൽ കെ എക്സിന് പകരം ഇവിടെ എന്താ ഉള്ളത്? 0.25x. അപ്പോൾ എനിക്ക് എഴുതാം k = എന്താണ്? 0.25 ആണ്. ലാംഡ = എന്താണ്? 2π/k ആണ്. ദാറ്റ് ഈസ് 2π / 0.25 എന്ന് വരും. പൈയും പൈയും വെട്ടിയാൽ ഇത് എത്ര വരും? 1/0.1 വരും. അത് എത്ര ഇട്ടുവിടാം? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. 1/0.1 എന്ന് വരും. അത് എത്ര കിട്ടും? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 1 എന്താണ്? ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. കാരണം എന്താ? വേവ് ലെങ്ത് എത്ര കിട്ടി? 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? The separation between a node and the nearest antnode is 2.5 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയടാ, അതായത് ഇതൊരു വേവാണ്, ഇതിങ്ങനെ ഒരു വേവ്. സെപ്പറേഷൻ ബിറ്റ്വീൻ നോഡ് ആൻഡ് നിയറസ്റ്റ് ആന്റിനോഡ് എന്ന് പറഞ്ഞാൽ ഇത് നോഡാണ്. ഇതെന്താണ്? നോഡാണ്. ഇതെന്താണ്? ആന്റിനോഡാണ്. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഇത് മൊത്തത്തിൽ ലാംഡയാണ്. അപ്പോൾ ഇത് എത്രയാണ്? λ/4 ആണ്. നമുക്ക് ലാംഡ കിട്ടി 10 സെന്റിമീറ്റർ. അപ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ നോഡ് ആൻഡ് നിയറസ്റ്റ് ആന്റിനോഡ് എന്ന് പറഞ്ഞാൽ λ/4 ആണ്. ഈസിക്കൽട്ട് എത്ര കിട്ടും? 10/4 വരെ ഈസിക്കൽട്ട് 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4. ഓൾ ഓഫ് ദീസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് ഇക്വേഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് എ ടോട്ട് സ്ട്രിംഗ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഈസ് ഗിവൺ ബൈ. ഒരു സ്റ്റേഷനറി ഇതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു വേവ്. y = എന്താ ഇക്വേഷൻ? y = 3mm into cos πx divided by 10 centimeter into sin 800 pi second inverse t. ഓക്കെ അല്ലേ? ഇതാണ് ഇക്വേഷൻ. നമുക്കറിയാം വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്പീഡ് ഓഫ് വേവ് = എന്താണ്? ω/k ആണ്. ഇവിടെ ഒമേഗയ്ക്ക് പകരം കിടക്കുന്ന ടിയുടെ കൂടെ 800 പൈ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം 800 പൈ ഡിവൈഡഡ് ബൈ, പിന്നെ എന്താണ്? k. ഇവിടെ kക്ക് വരെ എക്സിന്റെ കൂടെ കിടക്കുന്ന എന്താ? π/10 ആണ് അല്ലേ? ഇവിടെ ഓപ്ഷൻ എല്ലാം മീറ്ററിലാണ്. അപ്പോൾ π/10 എന്താണ്? സെന്റിമീറ്ററിലാണ്. അതിനെ മീറ്ററിലാക്കി എന്ത് ചെയ്യും? π/10 ചെയ്യും. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? 100 കൂടെ ചെയ്യും. ഇവിടെ ഈ പൈയും എന്താവും? വെട്ടിപ്പോവും. എന്നിട്ട് ബാക്കി എത്ര കിട്ടൂടാ? ബാക്കി സീറോസ് എല്ലാം വെട്ടിപ്പോയിട്ട് ബാക്കി എത്ര കിട്ടും? ഈ രണ്ട് സിറയിൽ പോയി 10 മുകളിൽ പോകും. 80 m/s എന്ന് കിട്ടും. അപ്പോൾ സ്പീഡ് ഓഫ് വേവ് എത്ര കിട്ടി? 80 m/s എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13. A standing wave is represented by y = a sin 100t into cos 0.01x, where y and a are in millimeters, t is in seconds and x is in meters. The velocity of the wave is. അപ്പോൾ എന്ത് ഇക്വേഷൻ പറയുന്നത്? y = a sin 100t into cos 0.01x. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേവിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് വേവ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് വേവിന്റെ ഇക്വേഷൻ എന്തുവാടാ? അല്ലെങ്കിൽ വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് വേവ് v = ω/k. ഇവിടെ ഒമേഗ എത്രയാണ്? ടിയുടെ കൂടെ നിൽക്കുന്നില്ലേ ഒമേഗ? 100 ഡിവൈഡഡ് ബൈ k എത്രയാണ്? 0.01 = 10² × 10⁻² എന്നല്ല ഇവിടെ വരുന്നത്. മുകളിൽ പോകുമ്പോൾ 10² ആവും. = എത്ര വരും? 10⁴ m/s എന്ന് വരും. അപ്പോൾ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ ഓപ്ഷൻ 1 is the right answer. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. A string is cut into 3 parts. ഒരു സ്ട്രിങ് എന്ത് ചെയ്യാം? 3 പാർട്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. ഹാവിങ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് n1, n2, n3. അതായത് ഒരു സ്ട്രിങ് 3 പാർട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ 3 പാർട്ടിന് എന്തുണ്ട്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഉണ്ട്. n1 ആണ്, n2 ആണ്, n3 ആണ്. ഇത് ഒറിജിനൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി n is related by the expression. ഒറിജിനൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അതായത് ആ ഒറിജിനൽ സ്ട്രിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ സ്ട്രിങ്ങിന്റെ
ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രിങ്ങിന്റെ ഇക്വേഷൻ എന്താ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രിങ് നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? വി ഡിവൈഡഡ് ബൈ 12 അല്ലെ? വി ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇവിടെ എൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി ഡിവൈഡഡ് ബൈ 2f എന്ന് കിട്ടും. ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ 2f. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ലെങ്ത്, ഈ സ്ട്രിങ്ങിന്റെ ഒറിജിനൽ ലെങ്ത് L1 ആണെങ്കിൽ മറ്റേതിന്റെ ലെങ്ത് എന്തായിട്ട് എടുക്കാം? N1 ഫ്രീക്വൻസി ഉള്ളതിന്റെ L1 ആയിട്ട് എടുക്കാം, N2 ഫ്രീക്വൻസി ഉള്ളതിന്റെ L2 ലെങ്ത് ആയിട്ട് എടുക്കാം, N3 ഫ്രീക്വൻസി ഉള്ളത് N3 ആയിട്ടും എടുക്കാം, L3 ആയിട്ടും എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് N1 ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? ഇതിന്റെ ലെങ്ത് L1 ആണെങ്കിൽ N1 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? വി ഡിവൈഡഡ് ബൈ 2L1 എന്ന് എഴുതാം. N2 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? വി ഡിവൈഡഡ് ബൈ 2L2 എന്ന് എഴുതാം. N3 ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഡിവൈഡ് ബൈ 2L3 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് L1 ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഡിവൈഡഡ് ബൈ 2N1 എന്ന് വരും. L2 ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഡിവൈഡ് ബൈ 2N2 എന്ന് വരും. L3 ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഡിവൈഡ് ബൈ 2N3 എന്ന് വരും. അത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം. Lന് നമുക്ക് വി ഡിവൈഡ് ബൈ 2N എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി N ആയിട്ടിരിക്കട്ടെ. Nന്റെ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ വി ഡിവൈഡഡ് ബൈ 2N ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ 2N1 പ്ലസ് വി ഡിവൈഡ് ബൈ 2N2 പ്ലസ് വി ഡിവൈഡഡ് ബൈ 2N3 എന്ന് വരും. ഇവിടുന്ന് വി ബൈ 2 എല്ലായിടത്തു നിന്നും കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ 1/n ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/n1 പ്ലസ് 1/n2 പ്ലസ് 1/n3 എന്ന് വരും. വരത്തില്ലേ? അപ്പൊ ആൻസർ ഏത് വരും? പറഞ്ഞേ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. A string of length L is fixed at one end and free at the other. അതായത് ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്, അത് ഒരു എൻഡിൽ ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡിൽ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് പൈപ്പിന് എക്സാമ്പിൾ ആണ്? അതൊരു ഓപ്പൺ ക്ലോസ്ഡ് പൈപ്പാണ് അല്ലേ? ഓപ്പൺ ക്ലോസ്ഡ് പൈപ്പാണ്, ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. ഇനി ഇഫ് ഇറ്റ് റെസൊനേറ്റ്സ് ഇൻ ഡിഫറെന്റ് മോഡ്സ്, അത് ഡിഫറെന്റ് മോഡിൽ റെസൊനേറ്റ് ചെയ്യുന്നു, ദെൻ ദ റേഷ്യോ ഫ്രീക്വൻസി. അപ്പോൾ ഒരു എൻഡ് ഫ്രീയും മറ്റൊരു എൻഡ് ഓപ്പണും ആണെങ്കിൽ അത് ക്ലോസ്ഡ് പൈപ്പ് ആവും. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് പറയാം? 2n പ്ലസ് 1 ഇൻറ്റു വി ബൈ 4L എന്ന് എഴുതാം. കാരണം ഇതിന് ഓഡ് നമ്പർ ഓഫ് ഹാർമോണിക്സ് എന്താ അവൈലബിൾ ആവത്തുള്ളൂ? ഓഡ് നമ്പർ ഓഫ് ഹാർമോണിക്സ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു വി ഡിവൈഡ് ബൈ 4L എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? എന്നിന് 0, 1, 2, 3, 4 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഓരോ ഫ്രീക്വൻസീസ് കിട്ടും. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, അതല്ലേ നമ്മൾ ആദ്യം പറയുന്നത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കിട്ടുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? പറഞ്ഞേ. എന്നിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കണം. എന്നിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇവിടെ 2 × 0 + 1 അത് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1 × എന്ത് വരും? ഇവിടെ വി ഡിവൈഡ് ബൈ 4L എന്ന് വരും. അത് എത്ര കിട്ടും? വി ബൈ 4L എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താ ഉള്ളത്? ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് നമ്പർ ഓഫ് ഹാർമോണിക്കേ ഉള്ളൂ. ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയി. ഇതിപ്പോൾ എത്രാമത്തെ ഹാർമോണിക്? ഇത് ഫസ്റ്റ് ഹാർമോണിക് ആണ്. ഫസ്റ്റ് ഹാർമോണിക് വി ഡിവൈഡ് ബൈ 4L. അടുത്ത എന്താണ്? തേർഡ് ഹാർമോണിക് ആണ്. തേർഡ് ഹാർമോണിക് ഇനി പോസിബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് തേർഡ് ഹാർമോണിക് എന്തിന് ഈക്വലാവും? ഫസ്റ്റ് ഓവർ ടോണിന് ഈക്വലാവും അല്ലേ? ഇത് 0th ഓവർ ടോൺ ആണ്. തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇത് ഈ പൈപ്പിന്റെ എന്താണ്? ഫസ്റ്റ് ഓവർ ടോൺ ആണ്. തേർഡ് ഹാർമോണിക് ആകുമ്പോൾ ഇന്നിന്റെ വാല്യൂ 1 വരും. എഫ് ഈസ് ഈക്വൽ ടു അടുത്ത് എന്ത് വരും? 2 × 1 + 1 എത്ര വരും? 3. 3v ഡിവൈഡ് ബൈ 4L എന്ന് വരും. അടുത്ത എത്രാമത്തെ ഹാർമോണിക്കാ? ഫിഫ്ത്ത് ഹാർമോണിക് ആണ് ക്ലോസ്ഡ് പൈപ്പിൽ. ഫിഫ്ത്ത് ഹാർമോണിക് ആകുമ്പോൾ അത് എത്രാമത്തെ ഓവർ ടോൺ ആണ്? പറഞ്ഞേ. അത് എത്രാമത്തെ ഓവർ ടോൺ ആയിരിക്കും? അതെന്ന് പറയുന്നത് എത്രാമത്തെ ഓവർ ടോണാ? ഇത് ഫസ്റ്റ് ഓവർ ടോൺ. ഇതോ? അല്ല, ഇത് 0th ഓവർ ടോൺ. ഇത് ഫസ്റ്റ് ഓവർ ടോൺ. ഇത് എന്ത് വരും? സെക്കൻഡ് ഓവർ ടോൺ എന്ന് വരും. അപ്പൊ സെക്കൻഡ് ഓവർ ടോൺ അല്ലേ? സെക്കൻഡ് ഓവർ ടോൺ വരുമ്പോൾ n ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? 2 ഇട്ട് കൊടുക്കാം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എത്ര വരും? 5v ബൈ 4L എന്ന് വരും. ഓക്കെ അല്ലേ? അതുപോലെ ഇനി എത്രാമത്തെ ഹാർമോണിക് ഇവർക്കുള്ളത്? 7th ഹാർമോണിക് ആണ്. 7th ഹാർമോണിക്കിന് എന്നിന്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. 3 ഇട്ട് കൊടുക്കണം. അപ്പൊ എഫിന്റെ വാല്യൂ എത്ര വരും? എഫ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 7v ബൈ 4L എന്ന് വരും. കാരണം നോക്ക്, 2 × 3 + 1 6 + 1 വരും. അത് എത്ര കിട്ടും? 7v ബൈ 4L എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ കേസസ് നമ്മൾ പറയുന്നത് ഇത്രയും ആലോചിച്ചാൽ മതി. അവർക്ക് എന്താണ്? ഓഡ് നമ്പർ ഓഫ് ഹാർമോണിക്കേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അവിടെ റേഷ്യോ എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ 1:2 എത്ര കിട്ടും? 3:5:7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആൻസർ ഏത് വരും? പറഞ്ഞേ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 60. The length of the string of a musical instrument is 90 cm. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് 90 cm ആണ്. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 120 ഹെർട്സ് ആണ്. Where should it be pressed to produce a fundamental frequency of 180 ഹെർട്സ്? 180 ഹെർട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എവിടെ കൊണ്ട് വെക്കണമെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എത്ര ലെങ്തിൽ വെക്കണമെന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എഫ് ഈക്വൽ ടു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? വി ഡിവൈഡഡ് ബൈ ഇതെന്താണ്? 2L എന്ന് വരും അല്ലെ? വി ഡിവൈഡഡ് ബൈ 2L എന്ന് വരും. അപ്പോൾ വി ഡിവൈഡ് ബൈ 2L എന്ന് കഴിയുമ്പോൾ എഫ് ഈസിക്കൽ ടു വി ഡിവൈഡ് ബൈ 2L നമുക്ക് എഴുതാം 120 ഈസിക്കൽ ടു എന്ത് വരും ഇവിടെ? വി ഡിവൈഡ് ബൈ 2L. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 180 ഹെർട്സ് ആവും. അപ്പോൾ ഉള്ള ലെങ്ത് ആ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 180 ആകുമ്പോൾ വി ഡിവൈഡഡ് ബൈ ഇത് L1 ആണെങ്കിൽ ഇത് എന്ത് എഴുതാം? വി ഡിവൈഡ് ബൈ 2L2 എന്ന് എഴുതാം. ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 1/2 എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 120 ഡിവൈഡ് ബൈ 180 ഈസിക്കൽ ടു വി ഡിവൈഡ് ബൈ 2L1 ഡിവൈഡഡ് ബൈ വി ഡിവൈഡ് ബൈ 2L2 ആണ്. അപ്പോൾ ഇൻറ്റു 2L2 ഡിവൈഡ് ബൈ വി എന്ന് വരും. വിയും വിയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 12/18 എത്ര കിട്ടും പറഞ്ഞേ? 12/18 ചെയ്യുമ്പോൾ 3 നമുക്ക് 6 വെച്ച് ചെയ്യാം. അപ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ 2/3 ഈസിക്കൽ ടു എന്ത് വരും ഇവിടെ? 2ഉം 2ഉം പോയിട്ട് L2 ബൈ L1 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ദാറ്റ് ഈസ് 2/3 ഈസിക്കൽ ടു L2 എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? L2 ഡിവൈഡ് ബൈ L1 എത്ര തന്നിട്ടുണ്ട്? ഫസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ 90 cm ലെങ്ത് 90 എന്ന് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? 3L2 ഈസിക്കൽ ടു 270 എന്ന് എഴുതാം. 270 അല്ല, 2 × 19 എത്ര കിട്ടും? 180 എന്ന് എഴുതാം. ദാറ്റ് ഈസ് L2 ഈസിക്കൽ ടു എത്ര കിട്ടും? 180/3 വരും. ദാറ്റ് ഈസ് 60 cm എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 60 cm എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ്ങിന്റെ ലെങ്ത് വെച്ച് എത്ര കിട്ടും? 60 cm. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷൻ ഇട്ടെടുക്കാൻ നമ്മൾ മനസ്സിലാക്കുക. ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിരിക്കും. അത് വെച്ച് ജസ്റ്റ് റേഷ്യോ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 70. The fundamental frequency of an open organ pipe is 200 Hz. അതായത് ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 200 Hz ആണ്. ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ 2L. അപ്പോൾ ഇത് എത്ര തന്നിട്ടുണ്ട്? 200 Hz ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൺ എൻഡ് ഓഫ് ദി പൈപ്പ് ഈസ് ക്ലോസ്ഡ്, ആ ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഒരു എൻഡ് ക്ലോസ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറി? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആയിട്ട് മാറി. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ എന്താ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? എഫ് ഡാഷിന്റെ ഇക്വേഷൻ എന്താ? വി ഡിവൈഡഡ് ബൈ 4L ആണ് അല്ലേ? വി ഡിവൈഡഡ് ബൈ 4L ആണ് ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ. അപ്പോൾ വി ഡിവൈഡ് ബൈ 4L എനിക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു വി ഡിവൈഡ് ബൈ 2L എന്ന് എഴുതിക്കൂടെ? എഴുതാം. വി ഡിവൈഡ് ബൈ 2Lന്റെ വാല്യൂ എനിക്ക് ഇവിടെ നിന്ന് അറിയാം 200. അപ്പോൾ ഇത് എത്ര ഇട്ട് വിടാം? 200 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് 100 Hz എന്ന് വരും. ഓക്കെ അല്ലേ? 100 Hz എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 80. An air column closed at one end and open at the other. ഒരു എയർ കോളം ഉണ്ട്. അത് എന്ത് ചെയ്യാണ്? ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ എൻഡ് ഓപ്പൺ ആണ്. എങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന് എക്സാമ്പിൾ ആണ്. Resonate with the tuning fork when the smallest length of the column is 50 cm. അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ പടം നമുക്ക് വരച്ചു. ഇത് പടം വെച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. നമ്മൾ പടം ജസ്റ്റ് വരയ്ക്കുക. അത് പൈപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന്റെ ഒരു എൻഡ് എന്താണ്? ഓപ്പൺ ആണ്. ഒരു എൻഡ് എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിന്റെ മിനിമം സ്മാളസ്റ്റ് ലെങ്ത് 50 cm. അപ്പോൾ സ്മാളസ്റ്റ് ലെങ്ത് ആകുമ്പോൾ അതിന്റെ ഏറ്റവും മിനിമം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നല്ലേ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ. അപ്പം ഈ ലെങ്ത് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഈ ലെങ്ത് 50 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് ലാംഡ എന്ന് പറയുന്നത് എന്ത് വരും? ലാംഡ എന്ന് പറയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കുവാണ്. ഇതൊരു വേവ് വന്നിരിക്കട്ടെ. ഇതൊരു ട്യൂബിൽ ഒരു പൈപ്പിലൊരിത്. ലാംഡ എന്ന് പറയണമെങ്കിൽ അത് എവിടെ നിന്ന് എവിടെ വരെ ആവണം? ഇവിടെ തൊട്ട് ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡ്. ഈ ലെങ്ത് ആണ് എന്ത്? ലാംഡ. അപ്പോൾ ഈ ഒരു നോഡിൽ നിന്ന് ഈ നോഡ് വരെയുള്ള ലെങ്ത് എത്രയാണ്? λ/2 ആണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ലെങ്ത് അല്ലേ? ഇതാണ് ഇവിടുത്തെ ലെങ്ത്. അപ്പോൾ ഇത് എത്ര വരും ഇവിടെ? λ/4 വരും അല്ലേ? അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ 50 cm എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? λ/4 ഈക്വലാണ് അല്ലേ? അതെ. ഇവിടെ ലാംഡ ഈസിക്കൽ ടു എത്ര കിട്ടും? 15 × 4 ഈസിക്കൽ ടു 200 cm എന്ന് കിട്ടും. ലാംഡ എത്ര കിട്ടി? 200 cm എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? നെക്സ്റ്റ് ലാർജർ ലെങ്ത് ദ കോളം റെസൊനേറ്റിംഗ് വിത്ത് ദ സെയിം ട്യൂണിംഗ് ഫോർക്ക്.
ഇതേ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് അടുത്തതായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന ലാർജർ ലെങ്ത് എത്ര എന്നാ ക്വസ്റ്റ്യൻ. അതിനടുത്ത് ഇതിന്റെ എന്ത് വരച്ച് നോക്കണം? ഫിഗർ വരച്ച് നോക്കണം. അടുത്ത് റെസൊനേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ എങ്ങനെ വരും ഫിഗർ? ഈ എൻഡ് ക്ലോസ്ഡ് തന്നെയാണ് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ ഓപ്പൺ ആവണം. കണ്ടോ? ഇവിടെ എന്താവണം? ഇങ്ങനെ വന്ന് ഇത് ക്ലോസ്ഡ് ആവണം. ഇങ്ങനല്ലേ ഫിഗർ വരിക? ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാ? λ/2. ഇത് എത്രയാ? λ/4. അപ്പൊ എനിക്ക് ഇപ്പൊ കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? L = λ/2 + λ/4 = എത്ര വരും? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2λ + λ 3λ/4 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ 3λ/4 അടുത്തത് അത് എന്ത് ചെയ്യുന്നത്? റെസൊനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് റെസൊനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എനിക്ക് 3λ/4 വന്നിട്ട് ലാംഡ നേരത്തെ ഞാൻ കണ്ടുപിടിച്ച് 200. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 3/4 × 200 എന്ന് വരും. ഇത് വെട്ടിയ 50 എന്ന് വരും. 3 × 15 എത്ര കിട്ടും? 150 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 150 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ അടുത്ത എയർ കോളത്തിൽ അടുത്ത് റെസൊനേറ്റ് ചെയ്യുന്ന എത്ര സെന്റിമീറ്ററിലായിരിക്കും? 150 സെന്റിമീറ്ററിലായിരിക്കും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 2 is the right answer. Next question number 90. ഇത് ഇക്വേഷൻ ഓഫ് എ സ്റ്റേഷനറി വേവ് y = ഒരു സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y = 0.8 cos πx / 20 × sin 200πt, where x in centimeter and t is in second. The separation between two consecutive nodes. രണ്ട് കോൺസിക്യൂട്ടീവ് നോഡ്സിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ, ഇടയിലുള്ള ഡിസ്റ്റൻസ്, ആ ലാംഡയുടെ സംഖ്യയാണ്. ആദ്യം നമുക്ക് അപ്പോൾ എന്തായാലും ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ലാംഡയുടെ ഇക്വേഷൻ എന്താ? λ = 2π / k = 2π / ഇവിടെ k എത്രയാ? എക്സിന്റെ കൂടെ വയ്ക്കുന്ന k π/20 അല്ലേ? അപ്പൊ π / 20. പൈയും വെട്ടിയാൽ എത്ര കിട്ടൂടാ? 2 × 20 എന്ന് കിട്ടും. 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. ലാംഡ എത്ര കിട്ടിയടാ? 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഫിഗർ വരച്ചു നോക്കും. രണ്ട് നോഡുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഇത് നോഡാണ്, ഇത് ആന്റി നോഡാണ്, ഇത് നോഡാണ്, ഇത് ആന്റി നോഡാണ്, ഇത് നോഡാണ്. ഇത് നീ മറക്കല്ലേ? ഇവിടെ വെച്ച് നമുക്കത് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ ഓക്കെ അല്ലേ? എന്നിങ്ങനെ വരച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? ലാംഡ. അതായത് രണ്ട് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് നോഡ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു നോഡ്, ഒരു നോഡ്, ഒരു നോഡ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ലാംഡ. ഒരു രണ്ട് സക്സസീവ് നോഡുകളുടെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ λ/2 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? λ/2 ആയിരിക്കും. രണ്ട് സക്സസീവ് ആന്റി നോഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? λ/2 ആയിരിക്കും. ഇനി ഒരു ആന്റി നോഡും ഒരു നോഡിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് λ/4 ആയിരിക്കും. ഇത് മറക്കല്ലേ? അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യനിൽ പറ, നമ്മുടെ ചോദിച്ചുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. രണ്ട് കോൺസിക്യൂട്ടീവ് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? λ/2 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 14/2 എന്ന് വരും. എത്ര കിട്ടും? 20 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും? പറഞ്ഞ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 1, 20 സെന്റിമീറ്റർ is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് question number 20. If a standing wave having 3 nodes and 2 antinodes is formed within 1.21 Armstrong distance, then the wavelength of the standing wave is. അതായത് 3 നോഡും 2 ആന്റി നോഡും ഉള്ളൊരു സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്തത് 1.21 ആംസ്ട്രോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ സ്റ്റാൻഡിംഗ് വേവിന്റെ വേവ് ലെങ്ത് എത്രയാണ്? ആദ്യം നമുക്ക് ഈ 3 നോഡും 2 ആന്റി നോഡും ഉള്ള ഒരു സ്റ്റാൻഡിംഗ് വേവ് വരയ്ക്കാം. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് ഓക്കെ അല്ലേ? ഇങ്ങനെ വരച്ചു. ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ എത്ര നോഡുകളുണ്ട്? 3. ഇതൊരു നോഡാണ് N, ഇതൊരു നോഡാണ് ഇത് N, ഇതൊരു നോഡാണ്. അപ്പൊ ഇതാവുമ്പോൾ 3 നോഡായി. അപ്പൊ ഇത് വേണ്ട, 3 നോഡായി. ഓക്കെ അല്ലേ? ഇവിടെ എത്ര ആന്റി നോഡായി? ഇത് ആന്റി നോഡാ, ഇതായി. അപ്പൊ ഇതാണ് തന്നിട്ടുള്ള സ്റ്റാൻഡിംഗ് വേവ്. ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്, ഈ ഒരു സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്ത് എത്രയിലാണ്? 1.21 ആംസ്ട്രോങ്ങിലാണ്. 1.21 ആംസ്ട്രോങ്.
എങ്കിൽ വേവ് ലെങ്ത് എത്രയാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് തന്നെയല്ലേ ലാംഡ എന്ന് പറയുന്നത്? ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ ലാംഡ എന്ന് പഠിച്ചതല്ലേ? ഇതല്ലേ നമ്മൾ ലാംഡ എന്ന് പഠിച്ചത്? ഇതല്ലേ ലെങ്ത്? ലാംഡ ഈസിക്കൽ കാരണം ഇവിടെ നിന്ന് ഇവിടെ ഒരു ലാംഡ/2, ഇത് ലാംഡ/2, രണ്ട് ലാംഡ/2 കൂട്ടുമ്പോൾ ലാംഡ. അപ്പൊ ഈ ലെങ്ത് തന്നെ എന്ത്? ലാംഡ. അപ്പൊ ലാംഡ തന്നെ എത്രയാണ് തന്നെ കിട്ടിയത്? 1.21 ആംസ്ട്രോങ് തന്നെയാണ്. അപ്പൊ ആൻസർ ചെയ്ത് തരും പറഞ്ഞേ. ഓപ്ഷൻ എ 1.21 ആംസ്ട്രോങ് is the right answer. Question number 21. A string of length 3 meter and linear mass density of 0.0025 kilogram per meter is fixed at both ends. ഒരു സ്ട്രിങ് ഉണ്ട്, അതിന്റെ ലെങ്ത് എത്രയാണ്? 3 മീറ്റർ ആണ്. പിന്നെ എന്താ പറയുന്നത്? ആ ഒരു സ്ട്രിങ്ങിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി എത്രയാണ്? 0.0025 കിലോഗ്രാം പെർ മീറ്റർ ആണ്. അത് രണ്ടിനും ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി എത്രയാണ് മക്കളെ? 252 ഹെർട്സ് ആണ്. അടുത്ത റെസൊണൻസ് ഫ്രീക്വൻസി എത്രയാണ്? 336 ഹെർട്സ് ആണ്. എങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സ്ട്രിങ് അല്ലേ, രണ്ടിനും ഫിക്സ്ഡ് അല്ലേ, അപ്പൊ ഇവിടെ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. അപ്പൊ എനിക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F1 ആയിട്ട് എടുക്കാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയായിട്ട് എടുക്കാം? F1 എന്ന് എടുക്കാം. അപ്പോൾ ഇതിപ്പോ എന്ത് ഫ്രീക്വൻസി ആണെന്ന് ഇരിക്കട്ടെ, റെസൊണൻസ് ഫ്രീക്വൻസി എന്താണെന്ന് എടുക്കുക, എത്രാമത്തേന്ന് എനിക്ക് അങ്ങനെയല്ലോ. അപ്പൊ FN ഈസിക്കൽ ടു എനിക്ക് എന്തായാലും പറയാം NF1 എന്ന് പറയാം. പറഞ്ഞൂടെ? FN ഈസിക്കൽ ടു എനിക്ക് എന്താ പറയാം? NF1 എന്ന് പറയാം. അത് എത്രയാണ്? 252 ഹെർട്സ് ആണ് എന്ത് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിട്ടുള്ള അടുത്ത ഹയർ റെസൊണൻസ് ഫ്രീക്വൻസി 336 എന്ന്. അപ്പൊ FN+1 അല്ലേ, കാരണം ഇതിലെല്ലാം പോസിബിൾ ആണ്, എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. FN+1 എത്ര തന്നിട്ടുണ്ട്? 336 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട് അല്ലെ? 336 ഹെർട്സ്. അപ്പൊ അതിന് എത്രാമത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ എന്ന് എഴുതാം? N+1 ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, N+1 × F1 എന്ന് എഴുതാം. അത് ഓക്കെ അല്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1/2 എടുത്ത് നോക്കേ. 1/2 എടുത്താൽ FN ഡിവൈഡഡ് ബൈ FN+1 ഈസിക്കൽ ടു NF1 ഡിവൈഡഡ് ബൈ N+1 F1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ F1 F1 എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. FN എത്രയാണ്? 252 ഡിവൈഡഡ് ബൈ FN+1 എത്രയാണ്? 336 ഈസിക്കൽ ടു N ഡിവൈഡഡ് ബൈ N+1 എന്ന് കിട്ടും. N ഡിവൈഡഡ് ബൈ N+1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ N എത്രയാന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം 252 × N+1 ഈസിക്കൽ ടു 336N. ഇത് സോൾവ് ചെയ്യുമ്പോൾ 252N + 252 ഈസിക്കൽ ടു 336 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് 252 336 N ഇല്ലേ, ഇവിടെ 336 N ഉണ്ട്. അപ്പോൾ 252 ഈസിക്കൽ ടു എന്ത് കിട്ടും? 336N മൈനസ് 252N എന്ന് വരും. 336ൽ നിന്ന് 252 പോയാൽ എത്ര കിട്ടും? നോക്കി, 336 252, ഇവിടെ 4, ഇവിടെ നിന്ന് എത്ര പോടാ? 8, 84 എന്ന് കിട്ടും. അപ്പൊ 252 ഈസിക്കൽ ടു 84N. ഇവിടുന്ന് N ഈസിക്കൽ ടു 252 ഡിവൈഡ് ബൈ 84 വരും. ഇത് എത്ര കിട്ടൂടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. എന്നിന്റെ വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്കിനി അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. FN അതായത് 252 ഈസിക്കൽ ടു എന്താണ്? NF1 ആണ്. അപ്പൊ 252 ഈസിക്കൽ ടു എനിക്ക് എത്ര ഇടാം? 3F1 എന്ന് ഇടാം. അപ്പൊ F1 ഈസിക്കൽ ടു എന്ത് വരും? 252/3 എന്ന് വരും. ഈസിക്കൽ ടു എത്ര ഇട്ടാം? 84 ഹെർട്സ് എന്ന് കിട്ടും. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയെന്ന് കിട്ടി? 84 ഹെർട്സ് എന്ന് കിട്ടി. അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. Question number 22. A string is stretched between fixed points separated by 75 centimeter. It is observed to have resonant frequencies of 315 Hz and 420 Hz. There are no other resonant frequencies between these two. The lowest resonant frequency for this string is. അതായത് എന്താണ്? ഒരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക്. ആ സ്ട്രിങ്ങിന്റെ സ്ട്രെച്ച് ചെയ്ത ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാ? 75 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 75 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് റെസൊണന്റ് ഫ്രീക്വൻസീസ്. എവിടേക്കാ? 315 ഹെർട്സിലെ ഒരു ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്തു, 420 ഹെർട്സിലെ അടുത്ത ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്തു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയ്ക്ക് എന്തില്ല, വേറെ റെസൊണന്റ് ഫ്രീക്വൻസീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ട് കോൺസിക്യൂട്ടീവ് റെസൊണന്റ് ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ലോവസ്റ്റ് റെസൊണന്റ് ഫ്രീക്വൻസി അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതാം F1 ഈസിക്കൽ ടു, അതായത് ഫസ്റ്റ് ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലെ ഒരു എന്ത് ഫ്രീക്വൻസി F1 ഈസിക്കൽ ടു എനിക്ക് എന്താ പറയാം? NV/2L എന്ന് പറയാം. അടുത്ത റെസൊണന്റ് ഫ്രീക്വൻസി ഇവരുടെ ഇടയ്ക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ F2 ഈസിക്കൽ ടു എനിക്ക് എന്താ പറയാം? N+1 × V/2L എന്ന് പറയാം. ഇനി NV/2Lന്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 315 എന്ന് തന്നിട്ടുണ്ട്. N+1 × V/2Lന്റെ വാല്യൂ 420 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? F2 - F1 കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് കിട്ടാം?
420 minus 315 is equal to n plus 1 into v divided by 12 minus nv by 12 എന്ന് വരും. ഇവിടുന്ന് 420 315 പോയാൽ എത്ര കിട്ടും? 105 എന്ന് കിട്ടും. 105 is equal to nv by 12 plus v by 12 minus nv by 12 എന്ന് വരും. ഈ nv by 12 എന്ത് ചെയ്യും? രണ്ടിടത്തും വെട്ടിപ്പോവും. അപ്പോൾ എത്ര വരും? 105 is equal to v by 12 എന്ന് കിട്ടും. 105 is equal to v by 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതല്ലേ ലോവസ്റ്റ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. v by 12 നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്? ലോവസ്റ്റ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ലോവസ്റ്റ് റെസൊണൻസ് ഫ്രീക്വൻസി എത്ര കിട്ടി? 105 ഹെർട്സ് എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ 4 is the right answer. Next question number 23. In an experiment with a sonometer, a tuning fork of frequency 256 Hz resonates with a length of 25 cm and another tuning fork resonates with a length of 60 cm. If the tension of the string remains constant, then the frequency of the second tuning fork will be. ഒരു സോണോമീറ്റർ കൊണ്ടുള്ള എക്സ്പെരിമെന്റിൽ ടൂണിംഗ് ഫോർക്ക് 256 ഫ്രീക്വൻസി ഉള്ള ഒരു ടൂണിംഗ് ഫോർക്ക് ലെങ്ത് എത്രയാണ്? അത് എത്രയിലാണ് റെസൊനേറ്റ് ചെയ്ത്? 25 സെന്റിമീറ്ററിലാണ്. മറ്റൊരു ടൂണിംഗ് ഫോർക്ക് ഉണ്ട്, അത് റെസൊനേറ്റ് ചെയ്ത് 16 സെന്റിമീറ്ററിലാണ്. എങ്കിൽ ഇത് രണ്ടിന്റെ ടെൻഷനൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണെങ്കിൽ സെക്കൻഡ് എന്താണ്? ടൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ആ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇനി റെസൊനൻസിന്റെ സമയത്ത് ഫ്രീക്വൻസി ഓഫ് ടൂണിംഗ് ഫോർക്ക് എന്തായിരിക്കും? ഫ്രീക്വൻസി ഓഫ് ദി സോണോമീറ്ററിന് ഈക്വൽ ആയിരിക്കും. റെസൊനൻസിന്റെ ടൈമിൽ നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ് ആണ്. ഫ്രീക്വൻസി ഓഫ് ടൂണിംഗ് ഫോർക്ക് ആർക്ക് സെയിം ആയിരിക്കും? ഫ്രീക്വൻസി ഓഫ് സോണോമീറ്ററിന് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഫ്രീക്വൻസി ഓഫ് സോണോമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഓഫ് സോണോമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? പറഞ്ഞേ. എഫ് ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്ന് പറയാം. എഫ് ഈസ് ഈക്വൽ ടു 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ഇവിടെ എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താന്ന് പറയാം? ലെങ്ത് എന്ന് പറയാം. ടി മ്യൂ ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പോൾ അവിടെ നിന്ന് ഇനി റേഷ്യോ എടുത്ത് നോക്കാം. F2 ഡിവൈഡ് ബൈ F1 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? L1 ഡിവൈഡ് ബൈ L2 എന്ന് പറയാം. അത് ഓക്കെ അല്ലേ? ഓക്കെ. എനിക്ക് F2 ആണ് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡിൻ്റെ. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? L1 ബൈ L2 ഇൻറ്റു F1 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. L1 എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 25 ഡിവൈഡ് ബൈ L2 എത്രയാണ്? 16 ഇൻറ്റു F1 എത്രയാണ്? 256. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് 16 256 വെട്ടിക്കളയാം. 16 256 വെട്ടി എത്ര വരും? 256 ഡിവൈഡ് ബൈ 16 എത്ര വരും? 160 വരും. ഇവിടെ എത്ര വരും? 96 വരും. 6 വരും. അപ്പം 60 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 60 എന്ന് കിട്ടും. 25 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 400 ഹെർട്സ് ആണ്. 400 ഹെർട്സ്. അപ്പോൾ ആൻസർ ഏത് വരും എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ 2 400 ഹെർട്സ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് question number 24. A closed pipe and an open pipe have their first overtones identical in frequency. ഒരു ക്ലോസ്ഡ് പൈപ്പ് ഉണ്ട്, ഒരു ഓപ്പൺ പൈപ്പ് ഉണ്ട്. അവരുടെ രണ്ടുപേരും ഫസ്റ്റ് ഓവർടോൺസ് എന്താണ്? ഫ്രീക്വൻസിയിൽ ഐഡന്റിക്കൽ ആണ്. എങ്കിൽ അവരുടെ ലെങ്തുകളുടെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എഴുതാം ഫസ്റ്റ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി ക്ലോസ്ഡ് പൈപ്പിന്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഓഡ് നമ്പേഴ്സ് പോസിബിൾ. 3 ഇൻറ്റു വി ബൈ 4L. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് തേർഡ് ഹാർമോണിക് ആണ്. 3 ഇൻറ്റു വി ബൈ 4 L1 ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എത്ര വരും? ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വി ഡിവൈഡ് ബൈ 2L2. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ വിയും എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. 3 ഡിവൈഡ് ബൈ 4L1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ 2L2. 2 പോയാൽ 3 ഡിവൈഡ് ബൈ 4L1 ഈസ് ഈക്വൽ ടു 1/L2. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ലെങ്തുകളുടെ റേഷ്യോ L1 ബൈ L2 ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ L1 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 3/4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? L1 ബൈ L2 എന്ന് കിട്ടും. അപ്പോൾ ലെങ്തുകളുടെ റേഷ്യോ L1 ബൈ L2ന്റെ വാല്യൂ എത്രയാണ്? 3:4 ആണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് question number 25. The maximum possible wavelength in an open organ pipe of length L is. അതായത് ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ മാക്സിമം പോസിബിൾ വേവ് ലെങ്ത് എത്രയായിരിക്കും ആ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, നമുക്ക് V ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? ന്യൂ ഡിവൈഡ് ബൈ 12. ഇതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ന്യൂ ഈസ് ഈക്വൽ ടു എന്തിട്ടും? ന്യൂ ഈസ് ഈക്വൽ ടു
വി ഡിവൈഡ് ബൈ 2L അല്ലെങ്കിൽ എൻ വി ഡിവൈഡ് ബൈ 2L ആണ്. ഓക്കെ അല്ലേ? എന്ത് ഫ്രീക്വൻസി ആണെങ്കിൽ എൻ വി ഡിവൈഡ് ബൈ 2L. ഇതാണ് എന്ത് ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഇക്വേഷൻ. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സി ബൈ ലാംഡയാണ്. അപ്പൊ ന്യൂ ഏറ്റവും കുഞ്ഞാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ലാംഡ മാക്സിമം ആവുന്നത്. മാക്സിമം പോസിബിൾ വേലെന്താ നമ്മുടെ ക്വസ്റ്റ്യൻ. മാക്സിമം വേലെന്താവുന്ന എപ്പോഴാണ്? ന്യൂ കുഞ്ഞാവുമ്പോൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 1 വരുമ്പോഴാണ് അത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. 2 വരുമ്പോൾ 3 വരുമ്പോൾ 4 വരുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുക. അപ്പം മിനിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം ആ ഒരു പോയിന്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. വേവ് ലെങ്ത് വിൽ ബി മാക്സിമം ഫോർ. വേവ് ലെങ്ത് മാക്സിമം ആവുന്നത് ആർക്കായിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം. മാക്സിമം ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്കായിരിക്കും വേവ് ലെങ്ത് എന്താവുന്നത്? മാക്സിമം ആവുന്നത്. വേവ് ലെങ്ത് മസ്റ്റ് ബി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഷുഡ് ബി മാക്സിമം അറ്റ് ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സി ബൈ ലാംഡ അല്ലെങ്കിൽ വി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എന്താ പറയാ? വി ഡിവൈഡ് ബൈ 2L എന്ന് പറയാം. ഇവിടുന്ന് വിയും ക്യാൻസൽ ചെയ്താൽ മാക്സിമം പോസിബിൾ എന്താ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2L എന്ന് കിട്ടാം. ലാംഡ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2L എന്ന് കിട്ടാം. അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ലാംഡ ഇസ് ഈക്വൽ ടു 2L. ഓക്കെ അല്ലേ? നെക്സ്റ്റ് question number 26. If the third overtone of a closed pipe is observed to be in unison with the second overtone of an organ pipe, the ratio of length of the pipe is. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി വി ഇസിക്കൽ ടു എന്താണ്? ന്യൂ ഇസിക്കൽ ടു വി ബൈ 4L ആണ് അല്ലെ? ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ വി ബൈ 4L ആണ് ക്ലോസ്ഡ് പൈപ്പിൻ്റെത്. ഓപ്പൺ പൈപ്പ് ആകുമ്പോഴോ ഫ്രീക്വൻസി ന്യൂ ഇസിക്കൽ ടു വി ബൈ 2L ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തേർഡ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ആണ്. തേർഡ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പൊ തേർഡ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞു നോക്കിയേ. തേർഡ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്? 7th ഹാർമോണിക് ആണ് അല്ലെ? അപ്പൊ 7V by 4L എന്ന് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ്. സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? തേർഡ് ഹാർമോണിക് ആണ്. തേർഡ് ഹാർമോണിക് അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 3V by 2L എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് C എന്ന് കൊടുക്കാം, ഇത് LO എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 7V by 4LC is equal to 3V by 2LO. ഇവിടെ നിന്ന് എനിക്ക് ഈ 2 4 വെട്ടി ഇവിടെ 2 ഇട്ട് വിയും എന്ത് ചെയ്യാൻ എനിക്ക് വെട്ടിക്കളയാം. 7 divided by 2LC is equal to 3 divided by LO എന്ന് കിട്ടും. എനിക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? LC by LO ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര കിട്ടി? LC ഇപ്പുറത്ത് വരുമ്പോൾ 7 divided by 3 into 2 എന്ന് വരും. ദാറ്റ് ഈസ് എത്ര കിട്ടും? 7 by 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ 4 is the right answer. Next question number 27. A cylindrical tube open at both ends has a fundamental frequency F0 in the air. അതായത് ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ട്, അത് രണ്ട് സൈഡിലും ഓപ്പൺ ആണെങ്കിൽ അപ്പൊ അത് എന്താണ്? ഓപ്പൺ പൈപ്പ് ആണ്. അപ്പോൾ ഉള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F0 ആണ്. The tube is dipped vertically in water. അപ്പൊ F0 ഇക്വേഷൻ എന്തോ? ഓപ്പൺ പൈപ്പ് V by 2L ആണ്. ഓക്കെ അല്ലേ? ഇനി അത് എന്ത് ചെയ്യുക? വാട്ടറിൽ ഡിപ്പ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഹാഫ് ഹോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സജറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻസൈഡ് വാട്ടർ. ഇതിന്റെ പകുതി എന്തിലാണ്? വാട്ടറിന്റെ അകത്താണ്. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഇവിടെ എൻഡ് ഇല്ലേ? ഇവിടെ ക്ലോസ്ഡ് അല്ലേ? അപ്പൊ ഇത് എന്താണ്? ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറി. ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത് എത്രയായിട്ട് മാറി? L/2 ആയിട്ട് മാറി. അപ്പൊ F0' ഫിസിക്കലിറ്റി എനിക്ക് എന്ത് പറയാം? V divided by എന്തെന്ന് എഴുതാം? V divided by 2 into 2L 4 അല്ലേ? ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ 4 into ലെങ്ത് ഇപ്പൊ എത്രയും മാറി? L/2 എന്നായി. അപ്പൊ ഇനി ഇങ്ങനെ എഴുതാം? ന്യൂ ഡിവൈഡഡ് ബൈ 4L/2 എത്ര കിട്ടും? 2L എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി ഇസിക്കൽ ടു V divided by 2L എന്ന് കിട്ടും. ഈ V divided by 2L എന്തിന് ഈക്വലാ? F0ക്ക് ഈക്വൽ ആണ്. അപ്പൊ എത്ര കിട്ടി ഫ്രീക്വൻസി? ഇപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദി എയർ കോളം നൗ. ഇപ്പോൾ ഉള്ള എയർ കോളത്തിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര തന്നെ കിട്ടി? F0 തന്നെ കിട്ടി. ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F0 തന്നെ ആയി. ഓക്കെ അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് question number 28. A 100 centimeter wire of mass 40 gram is fixed at both ends. ഒരു 100 centimeter ഉള്ള വയർ, അതിന്റെ മാസ് എത്രയാണ്? 40 gram ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? രണ്ട് എൻഡ്സിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. A tuning fork vibrating at a frequency of 50 Hz. ഒരു tuning fork 50 Hz വൈബ്രേറ്റ് ചെയ്യുന്നു. Sets the wire into resonance in its fundamental mode. അതിന്റെ ഫണ്ടമെന്റൽ മോഡിലാണ് എന്ത് നടക്കുന്നത്? റെസൊണൻസ് നടക്കുന്നത്. എങ്കിൽ ടെൻഷൻ ഇൻ ദ വയർ എത്രയാണ് ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ മോഡാണ്. രണ്ട് സൈഡ് സ്ട്രെച്ച് എന്താ ഫിക്സ്ഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഫിഗർ ഇരിക്കുന്നത്? പറഞ്ഞേ. എന്റെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും അല്ലേ? എന്റെ ഫിഗർ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? λ/2 ആണ്. അപ്പൊ എനിക്ക് തന്നിട്ടുണ്ട് λ/2 ആണ് എത്രയും തന്നിട്ടുള്ള 100 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് λ എത്ര കിട്ടും? 200 സെന്റിമീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എഴുതാം 2 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ λ എത്ര കിട്ടി? 2 മീറ്റർ എന്ന് കിട്ടി. നമുക്കറിയാം സി എന്താണ്? ന്യൂ ലാംഡയാണ് അല്ലെ? അപ്പൊ ന്യൂ എത്ര ഇവിടെ? 15 ഹെർട്സ് ആണ്. 15 × 2 എന്ന് വരും എത്ര കിട്ടും? 100 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. വെലോസിറ്റി എത്ര കിട്ടും? 100 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? v √T/μ. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? ഇവിടെ നമുക്ക് T എന്ത് കിട്ടും? v²μ എന്ന് കിട്ടും. v²μ എന്ന് കിട്ടും. മ്യൂ എത്രയാണ് പറഞ്ഞത്? മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പൊ ഇതിനെ 14 × 10⁻³ കിലോഗ്രാം ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ. അത് 1 മീറ്റർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1 ഇൻറ്റു ഇനി v². v എത്രയാണ്? 100 ആണല്ലേ? അപ്പൊ 100 ഇൻറ്റു എന്തെന്ന് വരും? 100 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും? ഇവിടെ നിന്നൊരു 10⁻³ ഈ 2 സീറോയും ഈ സീറോയും വെട്ടിപ്പോ 14 × 10 എന്ന് വരും. എത്ര കിട്ടൂടാ? 400 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ടെൻഷൻ എത്ര കിട്ടി? 400 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇത് നമ്മുടെ പൈപ്പും വെലോസിറ്റിയുടെ ഇക്വേഷനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു മോഡൽ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഇവിടെ ഇത്രേ ചെയ്തോളൂ. നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ മോഡലാണെന്ന്. അപ്പൊ അതിന് നമുക്ക് കിട്ടി λ/2 ആണ് 100 എന്ന്. അവിടുന്ന് ലാംഡ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. c = ന്യൂ ലാംഡ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? √10⁻μ ആണ്. അവിടെ നിന്ന് കണ്ടുപിടിച്ചു, ടെൻഷൻ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 400 ന്യൂട്ടൺ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. സ്റ്റേഷനറി വേവ്സ് ആർ ഫോംഡ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. സ്ട്രെച്ച്ഡ് സ്ട്രിംഗിൽ എന്ത് ഫോം ചെയ്യുന്നു? സ്റ്റേഷനറി വേവ്സ് ഫോം ചെയ്യുന്നു. ഇഫ് ദ വേവ്ലെങ്ത് ഈസ് ലാംഡ, വേവ്ലെങ്ത് ലാംഡ ആണെങ്കിൽ then the distance between 2 points on the maximum displacement can be. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള 2 പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. അതിന്റെ വേവ്ലെങ്ത് ലാംഡയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേഷനറി വേവിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് വേവിലെന്ത് ലാംഡ ആണെന്ന് വെച്ചാൽ അപ്പൊ എന്തോ ഈ ലാംഡ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ലാംഡ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? 2 മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന എവിടെയാണ്? ആന്റിനോഡിയ. ഇതൊരു ആന്റിനോഡാണ്, അടുത്ത ആന്റിനോഡ് ഇതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് എന്താണ്? 2 ആന്റിനോഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? 2 ആന്റിനോഡുകളുടെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആ ചോദിച്ചിട്ടുള്ളത്. 2 ആന്റിനോഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? λ/2 ആണ് അല്ലേ? λ/2 ആണ്. അപ്പൊ ഇതിനെ λ/2ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇത് 3 × λ/2, അപ്പോഴും 2 ആന്റിനോഡിന്റെ ഇടയ്ക്കാണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 8 λ/2 എന്ന് എഴുതാം. അപ്പോഴും അതെന്താണ്? 2 ആന്റിനോഡ്സിന്റെ ഇടയ്ക്കാണ്. ഇതിനെ 5 λ/2 എന്ന് എഴുതാം. അപ്പോഴും അത് എന്തായിരിക്കും? 2 ആന്റിനോഡുകളുടെ ഇടയ്ക്കായിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points having maximum displacement ഉള്ള 2 പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തിന് ഈക്വലായിരിക്കും? n എത്രയാവാം? n × ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2 കോൺസിക്യൂട്ടീവ് ആന്റിനോഡ്സ്. 2 കോൺസിക്യൂട്ടീവ് ആന്റിനോഡ്സിന്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഹാവിംഗ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് 2 λ/2 ആവാം, 3 λ/2 ആവാം, 4 λ/2 ആവാം, എന്തും ആവാം. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഫോർ ഓൾ ഓഫ് ദീസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. The 2 nearest harmonics of a tube closed at one end and open at the other end are 220 Hz and 260 Hz. What is the fundamental frequency of the system? അപ്പൊ എന്താ? 2 നിയറസ്റ്റ് ഹാർമോണിക്സ് അല്ലേ? ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, മറ്റേ എൻഡ് ഓപ്പൺ ആണ്. അപ്പൊ അത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? ക്ലോസ്ഡ് പൈപ്പിന് എക്സാമ്പിൾ ആണ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ എന്താ? S0 എന്താ? V/4L ആണ് അല്ലേ? ഓക്കെ, നമുക്ക് 2 കോൺസിക്യൂട്ടീവ് തന്നിട്ടുണ്ട്. അപ്പൊ Fn എനിക്ക് പറയാം NV/4L 220 എന്ന് എടുക്കാം. അടുത്തത് എങ്ങനെ എടുക്കാം? Fn+2. അടുത്ത ഹാർമോണിക് എന്നുണ്ട് Fn+2 വരും അല്ലേ? കാരണം ഇതിൽ ഓഡ് നമ്പർ ഓഫ് ഹാർമോണിക്സേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ n+2 × V/4L എന്ന് കിട്ടും. അത് എത്രയെന്ന് എടുക്കാം? നമുക്ക് 260 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇത് നമ്പർ 1, ഇത് നമ്പർ 2. എനിക്ക് എന്ത് ചെയ്യാം? 2 - 1 ചെയ്യാം. 2 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
എൻ വി ഡിവൈഡ് ബൈ 4L പ്ലസ് 2V ഡിവൈഡ് ബൈ 4L മൈനസ് NV ഡിവൈഡ് ബൈ 4L ഈസ് ഇക്വൽ ടു 260 മൈനസ് 220 എന്ന് കിട്ടും. ഇവിടുന്ന് NV ബൈ 4L വെട്ടിപ്പോയാൽ 2V ബൈ 4L ഈസ് ഇക്വൽ ടു എത്ര കിട്ടൂടാ 40 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. എൻ്റെ അടുത്ത് ചോദിച്ച ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ V ബൈ 4L. ഇവിടുന്ന് V ബൈ 4L ഈസ് ഇക്വൽ ടു എത്ര 14/2 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര വരുവാടാ 20 ഹെർട്സ് എന്ന് വരും. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര കിട്ടും 20 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.